73 സങ്കീർത്തനം. और भजन संहिता 73 21 22 വാക്യം വായിച്ചാലും. और उसका 21 और 22 आयत को आप लोग पढ़ लीजिए. ദൈവം ഇന്ന് രാവിലെ നിങ്ങളോട് അറിയിപ്പാൻ എൻ്റെ പക്കൽ തന്ന ഒരു ആലോചനയാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നത്. और परमेश्वर ने मुझे आज सुबह दिया एक संदेश मैं आप तक पहुंचा रहा हूं. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും और ऐसे मेरा मन कड़वा हो गया. എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ मेरे अंधकरण छिद गया था. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. मैं तो पशु सरीखा था और समझता ना था. 73 സങ്കീർത്തനം ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. और 73 का जो भजन संहिता है आसाफ का है. ഹല്ലേലൂയ. हालेलुया. ആസാഫ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറെ കാര്യങ്ങളാണ് ആ സങ്കീർത്തനത്തിൽ ആഡ് और ചെയ്തിരിക്കുന്നത്. भजन संहिता में आसाफ ने ऐसे लिखा है जो अपने जिंदगी में अनुभव किया है. അത് വായിച്ചു വരുമ്പോൾ ആസാഫ് അല്ല ആ സങ്കീർത്തനം എഴുതിയത്, നമ്മൾ തന്നെയാണെന്ന് അങ്ങ് തോന്നിപ്പോകും. और उस भजन संहिता को पढ़ते समय हम ऐसे सोचते हैं कि हम लोगों ने ये भजन संहिता को लिखा है. പുള്ളി തന്നെ പറയുന്നുണ്ട് എന്റെ കാലുകൾ ഏകദേശം ഒന്ന് ഇടറി, और वो बोलता है मेरा पैर थोड़ा फिसल गया. എന്റെ കാലടികൾ ഏറെക്കുറെ ഒന്ന് വഴുതിപ്പോയി. और मेरा पैर जो है चलना जो है थोड़ा फिसल गया. ചിലരുടെയൊക്കെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അങ്ങ് അസൂയ തോന്നി. और कुछ लोगों के छुटकारा को देखकर घमंडी लोगों को मेरे को थोड़ा जलन आ गया. ഞാൻ പറയുക അവർക്ക് ദൈവവും ഇല്ല, അവർക്ക് വേദനയില്ല, उन लोगों को परमेश्वर भी नहीं है, दुख भी नहीं. അവരുടെ ദേഹം അങ്ങ് തടിച്ചുരുണ്ടിരിക്കുന്നു. और उसका शरीर जो है बहुत मोटा हो गया. അവരെ കുറിച്ച് കുറെ കാര്യം താൻ പറയുന്നുണ്ട്. और उन लोगों के बारे में बहुत कुछ परमेश्वर ने बोलता है. ഉയർച്ചയെല്ലാം കണ്ടിട്ട് പുള്ളിക്ക് ആകപ്പാടെ അങ്ങോട്ട് വിഷമം തോന്നി. उन लोगों की उन्नति को देखकर उनके अंदर दिल में थोड़ा मुश्किल आ गया. ഞാൻ ഇത്രയും പാട്ടുമൊക്കെ പാടി ആരാധിച്ചു പോയിട്ട് കർത്താവ് ഇതുവരെ ഞാൻ തടിച്ചുരുണ്ടിട്ടില്ല. और परमेश्वर में इतना गीत गाकर आगे बढ़ता है, मेरा शरीर तो मोटा नहीं होता. പന പോലെ അങ്ങ് തഴക്കുകയാണ്. वो एक केदार के जैसा वो बढ़ रहा है. ഞാനാണ് ആ കർത്താവിന്റെ കാലെ പിടിച്ചങ്ങ് കിടക്കുകയാണ്. और मैं तो परमेश्वर के पैर में पकड़कर लेटा हूँ. ഈ പറയപ്പെട്ട മേഖലകളിലുള്ള ഉയർച്ചകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. और जैसे ये यहाँ पर बोला गया हाँ वैसे उन्नति मेरी जिंदगी में नहीं मिलती है. ആകപ്പാടെ തന്റെ മനസ്സ് ചോദ്യം കൊണ്ടങ്ങ് നിറയാൻ തുടങ്ങി. और उनकी दिल जो है सवालों से भर गया. നമ്മുടെ എല്ലാം അകത്ത് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആണ് തന്റെ അകത്ത് വന്നത്. और उनके दिल में भी ऐसा एक सवाल है जो हमारे मन में भी आते हैं. ചിലർ തിന്മ തന്നെ ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നതെല്ലാം നന്മയാണ്. और कुछ लोग बुराई ही करते हैं मगर भलाई मिल जाती ചിലർ है. നന്മ മാത്രം ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നതെല്ലാം തിന്മയാണ്. मगर कुछ लोग भलाई करते हैं मगर बुराई तो वापस मिलता है. ചിലർ ഒട്ടും ചിരിക്കുകയല്ല, പക്ഷെ അവർക്ക് നന്മ അനുഭവിക്കുന്നുണ്ട്. और कुछ लोग हंसते ही नहीं हैं मगर उन लोग भलाई को अनुभव करते हैं. ചിലർ നന്നായി ചിരിക്കുന്നുണ്ട്, പക്ഷെ തൊട്ട് തെറിക്കുന്ന ഒരു നന്മ അവരുടെ കൈവെള്ള ഇല്ല പോലും. और बहुत लोग हंसते बहुत हैं मगर उनके हाथ में कोई भलाई है ही नहीं. ആകപ്പാടെ ക്വസ്റ്റ്യൻ മാർക്കുകൾ കൊണ്ട് ഹൃദയം നിറയുകയാണ്. और दिल जो है सवालों से भर रहा है. അവസാനം ആസാഫ് തന്നെ പറയുന്നു, और आखिरी में जाकर आसाफ कहता है ഹൃദയം അങ്ങോട്ട് കുത്തുകൊള്ളാൻ തുടങ്ങി. और मेरा दिल में छेद आया. ആ സമയത്ത് उस समय ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. मैं एक मूर्ख के समान और बिना समझने वाला बन गया. 22 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, और 22 आयत में हम लोग ऐसे ഞാൻ पढ़ते हैं പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. मैं एक मूर्ख और ना समझने वाला बन गया. ഈ ചോദ്യങ്ങളെല്ലാം തന്റെ അകത്ത് പേറി വന്നപ്പോ और ये सवाल सब उसके दिल में उठा. ഓടിച്ചെന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ അപ്പാ ഇതിന്റെ എല്ലാം ഉത്തരം? और भाग कर जाकर परमेश्वर से पूछा, परमेश्वर इस सवालों का जवाब क्या है? ഉടനെ കർത്താവ് പറഞ്ഞു, और एकदम परमेश्वर ने നീ बोला പറയുന്നതെല്ലാം ശരിയാണ്. और तू जो भी बोला है वो सच है. നിനക്കാകെ ഒരു മുറി വീടാ ഉള്ളത്, और तुम्हें एक ही कमरा का घर है ബംഗ്ലാവായിരിക്കും, और उसको बंगला मिला है പറയുന്ന വലിയ നന്മകളായിരിക്കും. और उसको बहुत भलाइयां हैं. കർത്താവിനോട് പറഞ്ഞത് കേട്ടപ്പോ പുള്ളിക്ക് ആവേശമായി. और परमेश्वर जो भी बोला उसके साथ उसके अंदर जोश आया. അവര് വഴുവഴുപ്പിൽ നിൽക്കുകയാണ്. वो फिसलने पर खड़ा है. ബൈബിൾ ഇങ്ങനെ പറയുന്നു, और बाइबल ऐसे बतलाती है 18 വാക്യത്തിൽ ഇങ്ങനെ और വായിക്കുന്നു, 18 आयत में നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. निश्चय तू उन्हें फिसलने वाले स्थानों में रखता है. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ഇരിക്കുന്നവരാരും വഴുവഴുപ്പിലല്ല നിൽക്കുന്നേ. और आज यहाँ पर जो भी बैठे हैं आप फिसलने वाले जगह पर नहीं खड़े हैं. ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുകയാണ്. और मसीह जो चट्टान है
है आप उसके ऊपर खड़ा है ദൈവശബ്ദം തിരിച്ചറിയണമെങ്കിൽ और परमेश्वर की आवाज को पहचानना है तो 22 വാക്യം പോലെയായി മാറണം. और 22 आयत जैसा है आपके जिंदगी ഞാൻ बनना है. പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. मैं मूर्ख और ना समझने वाला व्यक्ति बन गया. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. मैं मूर्ख और ना समझने वाला ആ था. വരി ഒന്ന് പറഞ്ഞാട്ടെ. उस आयत को आप बोलिए. ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. मैं मूर्ख और ना समझदार था. പറഞ്ഞേ ആമേ. बोलिए आमीन. ഈ മെസ്സേജ് CD ആക്കാണ്. ആ സീഡിയുടെ പേര് പൊട്ടനും ഒന്നും അറിയാത്തവനും. और अगर इसका सीडी बनाए उसका सीडी का ऐसे शीर्षक होगा कि मूर्ख और ना समझदार. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ പൊട്ടനും ഒന്നും അറിയാത്തവനും ആവുകയാ നല്ലത്. और हाथ देकर बोलिए और मूर्ख बनना और ना समझने वाला बनना अच्छा है. അത് പറഞ്ഞേ പറ്റുള്ളൂ. ദൈവം ചിലരോട് സംസാരിക്കാൻ പോകയാ. परमेश्वर कुछ लोगों से बात करने के लिए जा रहा है. തമ്പുരാൻ ചിലതിനെ ചേർത്ത് നിർത്താൻ പോകയാ. परमेश्वर कुछ लोगों को करीब लेके आने वाला ചില है. പൊട്ടന്മാരെ ദൈവത്തിന് വേണം. कुछ मूर्ख लोगों की जरूरत है परमेश्वर को. ചില ബോഷന്മാരെ ദൈവത്തിന് വേണം. कुछ लोगों मूर्ख लोगों की जरूरत है. കഴിവുറ്റവരെ തപ്പിയല്ല ഇന്ന് പകൽ ആത്മാവ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. और जिनके अंदर खूबियां हैं उनको देखने के लिए परमेश्वर यहाँ पर आत्मा नहीं आया. ഭയങ്കര സൗന്ദര്യമുള്ളത് ആരാണെന്ന് തപ്പിയല്ല ഇന്ന് പകൽ അവൻ ഇവിടെ വന്നിരിക്കുന്നത്. बहुत खूबसूरती वाले लोगों को देखने के लिए परमेश्वर यहाँ पर नहीं ഒരു आया. ബോഷനെ പോലെ എന്നെ സ്വീകരിക്കാൻ ആര് തയ്യാറുണ്ട്? एक मूर्ख के समान मुझे स्वीकार करने वाला कौन है? ഒരു ബോഷനെ പോലെ എന്നെ സ്വീകരിക്കാൻ കഴിവുള്ളത് ആരാ ഇവിടെയുള്ളേ? और एक मूर्ख के समान मुझे स्वीकार करने वाला कौन है? ഒന്നും അറിയാത്തവനെ പോലെ എന്നെ സ്വീകരിക്കാൻ കഴിയാവുന്നവൻ ആരാ ഇവിടെയുള്ളേ? और बिना समझदार के जैसा मुझे स्वीकार करने वाला कौन है यहाँ पर? Oh Jesus, hallelujah. हालेलुया Hallelujah. हालेलुया. ദൈവത്തിന് വേണ്ടത് यीशु को परमेश्वर को चाहिए ഇങ്ങനെ ഒരു തലം സൃഷ്ടിക്കുന്നവനെയാണ്. ऐसे एक स्तर बनाने वाले को. ചിലർ പറയല്ലേ ആ പുള്ളി ഒരു പൊട്ടാണ്. और कुछ लोग ऐसे बोलते हैं ना ये तो एक मूर्ख है അതിന്റെ തലയ്ക്കകത്തൊന്നും ഇല്ല. और उसके दिमाग में कुछ नहीं है. തലയ്ക്കകത്ത് ഒത്തിരി ഉള്ളവരെക്കാൾ ദൈവത്തിന് വേണ്ടത് തലയ്ക്കകത്തൊന്നും ഇല്ലാത്തവനെയാണ്. और दिमाग में बहुत कुछ है ऐसे लोगों के नहीं मगर दिमाग में कुछ भी नहीं ऐसे लोगों की जरूरत है. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? कितने लोग आमीन बोल सकते 40 हैं? വർഷം ആമേൻ കൊട്ടാരത്തിൽ മോശ വളർന്നപ്പോൾ തലയ്ക്കകത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. और 40 साल वो राजमहल में रहता था. मूसा के दिमाग में बहुत कुछ था. അടുത്ത 40 വർഷം അമ്മായിയപ്പന്റെ കൂടെ താമസിച്ചപ്പോൾ തലയ്ക്കകത്ത് കുറച്ചുകൂടെ കേറി. और अगले 40 साल सास के साथ रहता था उसके समय और भी कुछ उसके दिमाग में आया. 80 വയസ്സായപ്പോ जब 80 साल का था ദൈവത്തിന്റെ തീയിലോട്ട് കേറി. और परमेश्वर के आग में घुसा തീക്കകത്തുനിന്ന് ഇറങ്ങി വരുമ്പോ और उस आग से बाहर निकलते समय ആ ഫയൽ മുഴുവൻ ഫോർമാറ്റ് ചെയ്തു. और वो फाइल पूरा जो है उसको गायब कर दिया गया. ആ ഫയൽ മുഴുവൻ ഫോർമാറ്റ് ചെയ്തു. और उस फाइल को पूरा गायब कर दिया തനിക്ക് गया മനസ്സിലായി और उसको समझ में എന്റെ आया തലച്ചോറിന്റെ അകത്തെ ബുദ്ധി അല്ല വലുത്. मेरे दिमाग में जो बुद्धि है वो नहीं है बड़ा. ഞാൻ കൈ നീട്ടി പിടിച്ചാൽ अगर मैं हाथ ऐसे दिखाऊं തമ്പുരാൻ കിഴക്കൻ കാറ്റയച്ചാൽ और परमेश्वर पूर्व स्तर से अगर आंधी भेजेगा എന്റെ നീട്ടിയ കൈയും मेरे बढ़ाए हुआ हाथ അവന്റെ കിഴക്കൻ കാറ്റും और उसका जो आंधी ഒരുമിച്ച് വന്നാൽ एक साथ आया ചെങ്കടൽ മുറിഞ്ഞിരിക്കും. और लाल समुद्र दो भाग हो जाएगा. ചെങ്കടൽ മുറിഞ്ഞിരിക്കും. लाल समुद्र दो हो जाएगा. എന്റെ നീട്ടിയ കൈയും मेरे बढ़ाए हुआ हाथ അവന്റെ കിഴക്കൻ കാറ്റും और उसका जो पूर्व दिल्ली से आता है आंधी പാമ്പാടിയിൽ വീശിയടിക്കാൻ പോകുകയാ. पामबाड़ी में आंधी आने वाला है. നിന്റെ മനസ്സിൽ കയറിയ ബുദ്ധി മുഴുവൻ താഴെ വെക്കുക. आपके दिमाग में आया हुआ बुद्धि को नीचे रखिए. നിന്നെ ദൈവം യൂസ് ചെയ്യാൻ പോകുകയാ. परमेश्वर आपको इस्तेमाल करने के लिए जा സഹോദരി रहा നിങ്ങളെ ദൈവം യൂസ് ചെയ്യാൻ പോകുകയാ. है. हे बहन आपको परमेश्वर इस्तेमाल करने के लिए जा रहा എത്ര है. പേർ പറയും ഞാനത് സ്വീകരിക്കുന്നു? कितने लोग बोलेंगे प्रभु मैं उसे स्वीकार करता हूँ. हालेलुया. Thank you Lord. धन्यवाद यीशु. Thank you Lord. धन्यवाद खुदा. നിനക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ കഴിവ് വേണം. आपको बिजनेस करना है तो आपके अंदर खूबी की जरूरत നിനക്ക് है. ജോലി ചെയ്യണമെങ്കിൽ കഴിവ് വേണം. आपको नौकरी करना है तो आपके अंदर खूबी की നിനക്ക് जरूरत है. വേല ചെയ്യണമെങ്കിൽ കഴിവല്ല വേണ്ടേ? आपको सेवा करने के लिए कोई खूबी की जरूरत അവന്റെ नहीं. ശക്തിയാ നിനക്ക് വേണ്ടേ? उसकी सामर्थ की जरूरत है. Oh hallelujah. बोलिए हालेलुया. Akaraba shamdaraba kana.
താങ്ക് യു ലോർഡ്. നീ ദൈവത്തിന് വേണ്ടി ഒരു ഭോഷനാകാൻ പറ്റുമോ? क्या परमेश्वर के लिए एक मूर्ख बन सकता है? കയ്പ് വെള്ളം വലിച്ചു കുടിച്ച് വളർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം, एक कड़वा पानी को पीने वाला एक वृक्ष, ആ വൃക്ഷത്തിന്റെ കൊമ്പടിച്ചിടാൻ ദൈവം പറഞ്ഞാൽ उस पेड़ के एक शाखा को तोड़कर डालने के लिए परमेश्वर बोलेगा, അവിടെ വാക്കു മാത്രമേ വലിപ്പമുള്ളൂ, ചിന്തയ്ക്ക് വലിപ്പമില്ല. यहाँ पर बात में बड़ापन है मगर कोई विचारों में कोई बड़ापन नहीं है। ഒരു ഭോഷനാകാൻ എത്ര പേർ തയ്യാറുണ്ട്? क्या आप एक मूर्ख बनने के लिए कितने लोग इच्छा रखते हैं? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ और ज्ञानियों को मूर्ख बनाने के लिए ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. और परमेश्वर ने इस दुनिया में मूर्ख लोगों को चुना है। എത്ര പേർ ആമേൻ പറയാൻ കഴിയോ? कितने लोग आमीन बोल सकते നിങ്ങളുടെ हैं? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാനാ ദൈവം നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. और आपके पास जो बैठे हैं उसको हाथ देकर बोलिए, ज्ञानियों को लज्जित करने के लिए मूर्खों को आपको परमेश्वर ने चुना है। ഒരു 3-4 പേർക്ക് തട്ടി കൈ കൊടുത്തിട്ട് പറ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാനാ ദൈവം നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 3-4 लोगों को हाथ देकर बोलिए, ज्ञानियों को लज्जित करने के लिए आपको परमेश्वर ने चुना है। ദൈവത്തിന് വേണ്ടത് കുറെ ഭോഷന്മാരെയാ. आपको परमेश्वर को जरूरत है जैसे कुछ मूर्ख लोगों को, ക്രിസ്തുവിന് വേണ്ടി ഭോഷന്മാരാകാൻ കഴിവുള്ളവരെ. मसीह के लिए मूर्ख बनने वाले लोगों जैसे। നീ ഭോഷനാകാങ്കി अगर आप मूर्ख बनेगा ആ പിടിയുണ്ടല്ലോ, ആ പിടി ഇന്നൊന്ന് വിടണം. और उसका आपका जो पकड़ है उसको आज छोड़ना है। ഞാൻ ഏതാണ്ടാണെന്നൊരു ചിന്തയില്ലേ? और आप मैं बहुत खुश हूं करके एक विचार आपके अंदर है। ഞാനും തോമാശ്രീകായും ഒക്കെ ജഡത്തിയാനിത്തി മക്കളാന്നുള്ള ധാരണയില്ലേ? और आप जैसे प्रेरित थॉमस है उसकी जैसा वो मेरे रिश्तेदार है करके एक सोच है ना, പൊട്ടണം. वो सोच आज तोड़ना है, टूटना है, അതിന്ന് പൊട്ടണം. वो टूटना है, അതിന്ന് പൊട്ടണം. वो टूटना है। നീ ഒരു പൊട്ടനും ഒന്നും അറിയാത്തവനുമാകണം. आप एक मूर्ख और ना समझदार बनना है। എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? कितने लोग आमीन बोल सकते हैं? കുറെ അറിവുകൾ മാത്രം സമ്പാദിച്ചുകൊണ്ട് വേല ചെയ്യാൻ നിനക്ക് പറ്റുകയില്ല. और ज्ञान को ऐसे जमा करके प्राप्त करके सेवा नहीं कर പൗലോസ് सकते ഇങ്ങനെ हैं। പറയുന്നു. और पौलुस ऐसे कहता है। 1 കൊരിന്ത്യ ലേഖനത്തിൽ और पहले कुरिन्थियों ബൈബിൾ ഇങ്ങനെ പറയുന്നു, बाइबल बतलाती है, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ जैसे सूली पर चढ़ाए हुआ मसीह के बिना മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ നടുവിൽ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. और कुछ ना जानने वाला व्यक्ति बनकर आपके बीच में रहना पसंद करता ഓ, हूँ। എന്തൊരു വാക്കാത്! वो कैसा वायद है! വിദ്യാഭ്യാസം ഇല്ലാത്തവനല്ല അദ്ദേഹം. वो बिना ज्ञानी व्यक्ति नहीं है। ന്യായപ്രമാണം തലച്ചോറിന്റെ അകത്ത് കയറ്റിയ വലിയ മനുഷ്യൻ, पूरा पुराना नेम उसके दिमाग में रखने वाला एक महान व्यक्ति, ഗമാലിയലിന്റെ പാദപീഠ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം അഭ്യസിച്ച പരീശൻ, और गमालियल के नीचे ऐसे पैर में बैठकर उसने पूरे नियम को पढ़ लिया വലിയൊരു है। കപ്പൽ ഉടമസ്ഥന്റെ മകൻ, एक जहाज का मालिक का बेटा റോമ പൗരത്വത്തിൽ ജനിച്ചവൻ, और रोमियों के सदस्य में जन्म लिया हुआ തർസോസുകാരൻ. और तरसोस का, പലരും അത് ആ പൗരത്വം വിലക്ക് മേടിച്ചപ്പോൾ അതിൽ മാത്രം ജനിച്ചവൻ. और उसने बहुत लोगों ने उस सदस्य को खरीदा है मगर उसने उसमें जन्म लिया है। മുഴുവൻ നന്മയും കൂടി ഒരുമിച്ചൊരു ബാണ്ടക്കെട്ട് പോലെ കെട്ടി और सारे भलाई को एक जगह पर उसने बांध कर रखा അതിന്റെ പുറത്തെഴുതി ചപ്പ് ചവറ്. और उसमें उसने लिखा ये कीचड़ के समान है, ക്രിസ്തു നിമിത്തം ये मसीह के लिए സകലതും ഛേദമെന്നെണ്ണി सब कुछ मैंने ऐसे इनकार कर दिया। അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ ഇറങ്ങി തിരിച്ച യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ പുറകെ പോയ ഒരു വലിയ പടയാളി, और उसके कष्ट और क्लेश ने सहा हुआ यहूदी गोत्र का उस जमाने का उस समय का यहूदियों का सिंह जैसा यीशु मसीह के पीछे चलने वाला, താൻ പറയുക, उसने ऐसे ഞാൻ कहा, നിങ്ങളുടെ നടുവിലിരിക്കുന്നത് मैं तेरे बीच में बैठा हूँ ന്യായപ്രമാണം അറിയാവുന്ന പരീക്ഷനായിട്ടല്ല, और न्याय नियम को जानने वाला एक परिस्थिति जैसा नहीं, സ്പിരിച്വൽ ഫാദർ ആയ ഗമാലിയേൽ എന്ന് പറഞ്ഞുകൊണ്ടല്ല, मैं एक मेरा स्पिरिचुअल का लीडर है वो गमालियल बोल के नहीं, താൻ ഇരിക്കുന്ന ഒരേ ഒരു നാമത്തിൽ और उसने एक ही नाम पर बैठा है ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, और सूली पर चढ़ाया हुआ मसीह, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. सूली पर चढ़ाया हुआ मसीह। ആ നാമം പറയുമ്പോൾ ഒരു ആവേശം അകത്ത് കയറുകയാണ്. उस नाम बोलकर आपके अंदर के जोश आना चाहिए। ഹല്ലേലൂയ, हालेलुया ഹല്ലേലൂയ. हालेलुया। മറ്റൊന്നും അറിയാത്തവനായി, और कुछ ना जानने वाला, മറ്റൊന്നും അറിയാത്തവനായി. और कुछ ना जानने वाला, ഓ ജീസസ്,
ആ വാക്യം എത്ര ആവേശമുള്ള വാക്യം എന്നറിയോ? और उस आयत के अंदर कितना जोश है, आप देखिए। ആ വാക്യം പെട്ടെന്ന് തുറന്നാട്ടെ. उस आयत को जल्दी से खोलिए। 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം. पहली कोरिन्थियों उसका पहला अध्याय। പൗലോസ് പറയുന്നു, पौलुस कहता है, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ और सूली पर चढ़ाए हुआ मसीह के अलावा। 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. और पहला कोरिन्थियों उसका दूसरा अध्याय और दूसरा आयत। സഭ മുഴുവൻ ചേർന്ന് വായിക്കുക. और पूरे कलीसिया एक साथ मिलकर पढ़िए। 1 കൊരിന്ത്യർ 2:2. और पहला कोरिन्थियों और उसका 2:2 2:2 ബൈബിൾ തുറന്ന് വായിക്കുക. बाइबल खोलकर पढ़ लीजिए। ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ और सूली पर चढ़ाए हुआ मसीह के अलावा മറ്റൊന്നും അറിയാത്തവനായി और कुछ ना जानने वाला। നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. और आज मैंने निर्णय किया। ഓ ഹല്ലേലൂയ. ചേർന്ന് പറ, മറ്റൊന്നും അറിയാത്തവനായി. और कुछ ना जानने वाला। ചേർന്ന് പറ, മറ്റൊന്നും അറിയാത്തവനായി. और कुछ ना जानने वाला। ചേർന്ന് പറ, മറ്റൊന്നും അറിയാത്തവനായി. और मुंह खोलकर बोलिए, और कुछ ना जानने ഒരു वाला। വേല വിജയിക്കണമെങ്കിൽ एक सेवा में जीत मिलना है നിന്റെ तो ദർശനം മുഴുവൻ ക്രൂശായിരിക്കണം. आपका दर्शन पूरा सूली होना चाहिए। ഒരു മെസ്സേജ് ദൈവത്തിന് ഇഷ്ടമാകണമെങ്കിൽ एक संदेश परमेश्वर को अच्छा ആ लगना है तो പ്രീച്ചറിന്റെ അകത്ത് മുഴുവൻ യേശുവായിരിക്കണം. उस संदेश के अंदर यीशु होना है। പൗലോസ് പറയുന്നു, पौलुस कहता है, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ और मसीह जो है सूली पर चढ़ाया गया है, ഒന്നും അറിയാത്തവനായി. उसके अलावा और कुछ ना जानता हूं मैं। എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? कितने लोग आमीन बोल सकते हैं? നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്. और हमारे अंदर बहुत ज्ञान है। നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്. बहुत ज्ञान है। പലരെ കുറിച്ചുള്ള അറിവുണ്ട്. अलग अलग लोगों के बारे में ज्ञान है। പലതിനെ കുറിച്ചുള്ള അറിവുണ്ട്. अलग अलग बातों के बारे में ज्ञान നീ ഒരു है। വേദിയിലോട്ട് കയറുമ്പോ और इस मंच पर खड़ा होते समय പലരെയും പലതിനെയും കുറിച്ചുള്ള അറിവോട് കൂടി നീ കയറിയാൽ अलग अलग बातों के बारे में, अलग अलग लोगों के बारे में जो ज्ञान है उसके साथ खड़े അവനൊന്നും रहेंगे, ചെയ്യാൻ കഴിയില്ല. वो कुछ नहीं कर നീ पाएगा। അറിയേണ്ടത് അവനെ മാത്രമാണ്. आप जानना है सिर्फ उसको। എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? कितने लोग आमीन बोल सकते അവനെ हैं? മാത്രം അറിയുക. सिर्फ उसको जानना है। ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈകൂപ്പി ഞാൻ കൈമാറട്ടെ. मैं हाथ जोड़कर आप तक पहुंच जा रहा हूं। ദയവ് ചെയ്ത് അവരുടെ ഇവരുടെയും കാര്യത്തിൽ ഇടപെടരുത്. कृपया और दूसरे किसी के बारे में और उसके बातों में ना जाए। എല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെടരുത്. हर एकों के बातों में जाकर ना ही फंसना। നിനക്ക് ഇടപെടാൻ പറ്റിയ ഒരാളുണ്ട്. और आप जो कार्य कर सकता है ऐसे एक नाम है। നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, और मेरे को और ध्यान दे, അവരിങ്ങനെ പല കാര്യങ്ങളിൽ ഇടപെട്ട് പോകുന്നവരാ. वे लोग जो है अलग अलग बातों में कार्य में लग जाते അവർ हैं। ഇതുവരെ ഇടപെടാത്തത് അവരുടെ കാര്യത്തിൽ തന്നെയാ. और वे लोग जो है अभी तक जो कार्य में नहीं लगा वो सिर्फ अपने बारे में। നിന്നെ ദൈവം വിളിച്ചത് आपको परमेश्वर ने बुलाया പൗലോസ് പറഞ്ഞ പോലെ പല കാര്യത്തിൽ ഇടപെടരുത്. अलग अलग बातों में जाकर नहीं फंसना, नहीं लगने के लिए। അതൊരു വാക്യമാണ്. वो एक आयत है। അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, പാസ് പറഞ്ഞത് കേട്ടല്ലോ. और एक बाजू में जो बैठा है उसको हाथ देकर बोलिए, जैसे पास ने बोला आपने सुना है ना। ചേർന്ന് പറഞ്ഞേ ആമേൻ. एक साथ बोलिए आमीन। പറ ആമേൻ. बोलिए आमीन। പോരാ, ചേർന്ന് ആമേൻ. बोलिए നീ आमीन। കർത്താവിന്റെ ക്രൂശിന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെട്ടേ. जैसे है मसीह के जो सूली के बारे में आप देखिए। ഹല്ലേലൂയ. हालेलुया। ഇന്ന് നമ്മുടെ ജനറേഷനോടൊന്ന് സംസാരിച്ചു നോക്കിയേ. हमारे पीढ़ियों से, संतानों से आप बात करके देखिए। 18-20 ഒക്കെയുള്ള താരങ്ങളോട് സംസാരിച്ചു और നോക്കിയേ. 18 साल का, 20 साल का बच्चों के साथ बात करिए। ആ 20 വയസ്സിനുള്ളിൽ ആൻഡ്രോയിഡ് ഫോൺ പുതിയതൊരെണ്ണം കണ്ടുപിടിക്കാൻ അവർക്കറിയാം. और 20 साल का जो व्यक्ति जो है नया एंड्रॉइड फोन को वो खोज कर सकता है। അവരോട് തന്നെ ചോദിച്ചു അപ്പോസ്തല പ്രവൃത്തിക്ക് എത്ര ചാപ്റ്റർ ഉണ്ടെന്ന്. और उन लोगों से आप पूछिए प्रेरितों के काम में कितने अध्याय हैं। അവര് പറയും അമ്മയോട് ചോദിക്കണമെന്ന് പറയും. और उन लोग आकर बोलेंगे माताजी से पूछना। അപ്പോസ്തല പ്രവൃത്തി അറിയാൻ വയ്യാത്ത നീ ആൻഡ്രോയിഡ് ഫോണുമായിട്ട് ഇരുന്നിട്ട് എന്നാ ഗുണം? प्रेरितों के काम नहीं जानने वाला आप एंड्रॉइड फोन के साथ बैठने से क्या फायदा है। നിന്റെ തലച്ചോറിന്റെ അകത്ത് ഇങ്ങനെയുള്ള കുറെ കാര്യം കേട്ടുന്നതിനേക്കാൾ നല്ലതാ തമ്പുരാന്റെ ക്രൂശ് കയറുന്നത്. आपके दिमाग में ऐसी ऐसी बातों को घुसाने से अच्छा है सूली के बारे में सुनने से। എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? कितने लोग आमीन बोल सकते हैं? അടുത്ത ദിവസം ഞാൻ കഴിഞ്ഞ എഫേസ്യ ലേഖനത്തിന്റെ മാർക്ക് പറയാം. അപ്പൊ അറിയാം ആൻഡ്രോയിഡ് ഫോൺ ആണോ കയറിയത് വചനമാണോ കയറിയത്. अगले हफ्ता जो है मैं एफेसियों की जो पत्री के बारे में जो पीस दिया गया, परीक्षा दिया, उसका जवाब दूंगा, उसका फल बताऊंगा तो पता चलेगा। പല കാര്യത്തിൽ ഇടപെട്ട് സമയം കളയരുത്. अलग अलग बातों में जाकर नहीं लगना और समय खराब नहीं करना। പൗലോസ് പറയുന്നു, पौलुस ऐसे कहता है, സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല. हर बातों में मुझे कार्य है, फिर भी सब बातें मेरे लिए फायदामंद नहीं है।
പുള്ളിയുടെ അപ്പോസ്തോലിക അഭിഷേകത്തിന്റെ അകത്തുനിന്നുകൊണ്ട് താൻ പറയുക, वो अपने प्रेरित की अभिषेक में जाकर वो बोलता है, എനിക്ക് സകലത്തിലും കർത്തവ്യമുണ്ട്, मुझे हर बातों में मेरे लिए कार्य है, जिम्मेदारी है, പക്ഷെ എനിക്കെല്ലാം പ്രയോജനമുള്ളതല്ല. मगर मेरे लिए सब कुछ फायदामंद नहीं है। തമ്പുരാനോ നമുക്കോ പ്രയോജനമില്ലാത്ത ഒരു കാര്യത്തിൽ കയറി ദയവായി ഇടപെടരുത്. परमेश्वर के लिए और हमारे लिए जो फायदामंद नहीं है उसमें जाकर नहीं फंसना। ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കി ഒരു ചെറിയ ചിരി അങ്ങ് പാസ്സാക്കിയത്. ഹല്ലേലൂയ. हालेलुया। നീ അങ്ങനെ ഇടപെട്ടാലോ കുഴപ്പം എന്നാണെന്നറിയാവോ? आप उसमें लगेंगे तो क्या प्रॉब्लम है? നിന്റെ അഭിഷേകം കുറഞ്ഞുകൊണ്ടിരിക്കും. आपका जो अभिषेक है वो घटती जाएगी, നിന്റെ അഭിഷേകം കുറഞ്ഞുകൊണ്ടിരിക്കും. वो घटती जाएगी। നിന്റെ അഭിഷേകം കുറഞ്ഞു കഴിഞ്ഞാൽ आपका अभिषेक अगर घट गई, നാളെ വരുന്ന യുദ്ധത്തിൽ നീ പരാജയപ്പെട്ടു പോകും. कल आने वाला युद्ध में आप पराजित हो നീ जाएंगे। ഇടപെടുന്ന വ്യക്തി ജഡത്തിലാ വസിക്കുന്നേ. आप जो जिसके साथ कार्य कर रहा है वो शरीर में वास करता നീ है, വസിക്കുന്നത് ആത്മാവിലാണ്. मगर आप आत्मा में वास करता है। ആത്മാവിൽ വസിക്കുന്നവൻ ജഡത്തിൽ വസിക്കുന്നവനുമായി ഏറ്റുമുട്ടരുത്. और आत्मा में वास करने वाला शरीर में वास करने वाले के साथ नहीं लड़ना। കരത്തിന്റെ പവർ വേറെ, और हाथ का जो ताकत है एक है, കരത്തിന്റെ പവർ വേറെ, हाथ का जो ताकत है एक है, ആത്മാവിന്റെ പവർ വേറെ. आत्मा की जो ताकत है वो अलग है। ആത്മാവും ജഡവും കൂടെ പഞ്ചു പിടിക്കരുത്. और आत्मा और शरीर के दोनों में मुकाबला नहीं ഇന്ന് മുതൽ करना। ആത്മാവ് പറയുക, और आज आत्मा बताती है, ആത്മാവിൽ വസിക്കുന്ന നിനക്ക് आत्मा में वास करने वाला എല്ലാം आपको എല്ലാം പ്രയോജനമുള്ളതല്ല. सब बातें फायदामंद नहीं है। കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് പറയുക. हाथ उठाकर बोलिए आमीन। ചില കാര്യം കേട്ട് കഴിയുമ്പോ कुछ बात सुनने के बाद അത് ഇതിലെ കേട്ട് ഇതിലെ അങ്ങ് വിടാൻ और ശ്രമിച്ചേക്കുക. यहाँ से सुनकर इधर से निकाल देना, അതിന് ഇരിക്കാൻ പറ്റിയ അറ അകത്തുണ്ടായിരിക്കുകയില്ല. और उसको बैठने का एक जगह अपने अंदर नहीं होना നമ്മൾ चाहिए। അങ്ങനെയാണ്, നമ്മൾ ഇതിലെ കേൾക്കും, हाँ, मगर हम लोग ऐसे नहीं, इधर से सुनेंगे നേരെ തലച്ചോറിന്റെ അകത്ത് അവനെ അങ്ങോട്ട് സേവ് ചെയ്ത് और हम उसको दिमाग में पूरा उसको सेव कर कर रखते हैं അകത്തങ്ങ് വെക്കും. और उसको संभाल कर रखते हैं। കുറച്ച് കഴിയുമ്പോൾ പറയും, ആ വിക്സ് എടുത്തോണ്ട് വന്നേ. और कुछ देर के बाद बोलता है उस विक्स को लेके आना, എന്നാ ഇതകത്ത് കയറ്റി വെച്ചിരിക്കുക. क्योंकि ये अंदर बिठाया है। അന്ന് ഭർത്താവിന് സമാധാനം ഇല്ല, और उस दिन जो है पति को कोई चैन नहीं, ഭാര്യയ്ക്ക് സ്വസ്ഥതയില്ല. और पत्नी को भी कोई ऐसे चैन नहीं है। ചട്ടുകം കൊണ്ടാണെങ്കിലും കൊച്ചിനിട്ടൊന്ന് കൊടുത്തിരിക്കും. और जैसे ऐसे चिमटा है उसको लेकर भी उसको बेटे को मारेंगे। എന്നാ കാര്യം, ഇതിലെ കേട്ടത് ഇതിലെ വിടാതെ ഇതിന്റെ അകത്തങ്ങ് ഒതുക്കി. और क्योंकि इधर से इधर निकालने वाला चीज को यहाँ पर दबा कर रख നിന്റെ दिया। പല തലവേദനയ്ക്കും കാരണം നീ തന്നെയാ. आपके पूरे सर दर्द का कारण आप ही है। ഇതിലെ കേട്ട് ഇതിലെ അങ്ങ് വിടുക. और इधर से सुनकर इधर से निकाल देना। അപ്പൊ ചോദിക്കും, എന്ത് പറ്റി നിങ്ങൾ ആൻസർ ചെയ്യാത്ത? और पूछेंगे क्यों आपने जवाब नहीं दिया? എനിക്ക് പ്രയോജനമില്ലാത്തൊരു और കാര്യം. मेरे लिए को तो कोई फायदामंद चीज नहीं है। എനിക്ക് പ്രയോജനമുള്ളത് മഹാരാഷ്ട്ര പോയി വേല ചെയ്യാന്നുള്ളത്. और मेरे लिए फायदामंद ये है महाराष्ट्र में जाकर सेवा करना। എനിക്ക് പ്രയോജനമുള്ളത് 20-ാം തീയതി രാത്രി ഒരു കൺവെൻഷനിൽ 10 പേരെ സ്നാനത്തിന് പിടിച്ച് മാണിപ്പാസനെ കൊടുക്കണം. और मेरे लिए तो 20 तारीख का जो सेवा है, सभा है, उसमें जाकर कुछ लोगों को 20 लोगों को जाकर बपतिस्मा के लिए मानी पास्टर के हाथ में देना। ദൈവത്തിന് പ്രയോജനമുള്ളവരുമായിട്ടൊന്ന് കൈകൊടുത്ത് നോക്കിയേ. परमेश्वर के लिए जो फायदामंद लोगों को उसके साथ बात करिए, कार्य ദൈവത്തിന് करिए। പ്രയോജനം ഇല്ലാത്തതുമായിട്ടൊന്ന് കൈകൊടുത്ത് നോക്കിയേ. और जो फायदामंद नहीं है परमेश्वर के लिए उन लोगों को हाथ देकर देखिए। 6000 ഭൂതം പിടിച്ചു കിടന്ന പുള്ളിയുടെ ഭാര്യയ്ക്ക് സാക്ഷ്യം പറയാൻ സമയം കൊടുത്തു നോക്കി. और 6000 दुष्ट आत्माओं से जकड़े हुए पत्नी, उसके पति के जो पत्नी के हाथ पकड़ कर देखिए। 7 ഭൂതം പിടിച്ചു കിടക്കുന്ന മറിയയുടെ വീട്ടുകാരോടൊന്ന് ചോദിച്ചേ. और 7 दुष्ट आत्माओं से जकड़ा हुआ मरियम के परिवार वालों के साथ आप बात करके देखिए। ക്രിസ്തുവിന് പ്രയോജനമില്ലാത്ത മേഖലയുമായി കൈ കൊടുക്കരുത്. मसीह को जो फायदामंद बातें नहीं है उसके साथ हाथ नहीं देना है। എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? कितने लोग आमीन बोल सकते हैं? ഓടാലാബ ശംദാരാബ ഖാനാബ ചാസിയാരാബ ഖാന. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. सूली पर चढ़ाए हुए मसीह को बिना जानकर, हालेलुया, ऐसे जानकर मैं आपके बीच में बैठना चाहूंगा। ഹല്ലേലൂയ. हालेलुया। ചിലർ ചോദിക്കുന്നു, അറിഞ്ഞായിരുന്നോ നിങ്ങൾ? और कुछ लोग ऐसे पूछेंगे आप नहीं जाना? ഒറ്റ ആൻസർ, एक ही जवाब है, ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഇനിയൊട്ട് അറിയാൻ വേണ്ട. मैं जाना भी नहीं, आगे नहीं जाना चाहता हूँ। നമ്മൾ അങ്ങനെ പറയല്ലേ, അറിഞ്ഞില്ല പറഞ്ഞേ. और हम लोग ऐसे नहीं बोलते, नहीं सुना है बोलिए। അല്ല അറിഞ്ഞില്ല
അറിഞ്ഞില്ലായിരുന്നോ? नहीं जाना है അല്ല, ना? അറിഞ്ഞില്ല, പറഞ്ഞു. मैंने सुना नहीं है, बोलिए. നിങ്ങൾ പറഞ്ഞു, ഞാൻ ആരോടും പറയല്ല. आप बोलिए, मैं किसी से नहीं बताऊंगा. അപ്പൊ പുള്ളിക്കാരി പറയല്ലേ, പുള്ളിക്കാരൻ പറയാം, ആരോടും പറയാതിരിക്കാമെങ്കിൽ ഞാൻ പറയാം. और वो भी बोलती है किसी से बोलेंगे नहीं तो मैं जरूर बताऊंगी. അല്ല, അതിന് ആരോടും പറയരുതെന്ന് പറഞ്ഞ്. और किसी को नहीं बताना क्यों बोला है? അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞ ശപിക്കപ്പെടും. ഈ ശാപം മൊത്തം ഞാൻ സ്വീകരിച്ചോളാം, നിങ്ങൾ സ്വീകരിക്കണ്ട. और किसी के साथ ऐसे बोला है तो श्राप मुझे मिलेगा, इसलिए आप स्वीकार नहीं करना. ദൈവം നിന്നെ വിളിച്ചത് ഈ നെറ്റ്വർക്കിനല്ല. इस बात के लिए, नेटवर्क के लिए परमेश्वर ने आपको नहीं बुलाया. ഈ 66 kV ഈ സബ്സ്റ്റേഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ എത്ര പേർ തയ്യാറാകും? और ये 66 kV जो लाइन है उसके साथ जुड़ने के लिए कितने लोग पसंद करते ഇത് हैं? നിന്റെ തലച്ചോറിന്റെ അകത്തൊന്ന് സേവ് ചെയ്യാൻ എത്ര പേർ തയ്യാറാകും? कितने लोग आपके दिमाग के अंदर इसको बैठना ജഡം चाहते സേവ് हैं? ചെയ്തിരിക്കുന്ന ഫയലുകളെല്ലാം ഇപ്പോൾ ക്യാൻസൽ ആകട്ടെ. आपके अंदर संभालने वाला हर एक फाइलों को इसी समय कैंसिल, रद्द कर दीजिए. പാരമ്പര്യമായി നിന്റെ തലച്ചോറിനെ കെട്ടിയ കെട്ടിപ്പോൾ അഴിഞ്ഞു മാറട്ടെ. परंपरागत रूप में आपके दिमाग में आया हुआ बंधन को इसी समय खुलने दे. നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ലെവലിൽ ദൈവം നിന്നെ യൂസ് ചെയ്യാൻ പോകുകയാ. आप स्वप्न में भी नहीं देख सकता है, उसी तरह परमेश्वर आपको इस्तेमाल करने वाला है. നമ്മുടെ മിനിസ്ട്രിയുടെ ഫൈനൽ ടൈമിൽ നാം വന്നിരിക്കുകയാ. हमारे सेवकाई का आखिरी समय में हम आ चुके हैं. ഫൈനൽ ടൈമിൽ വന്നിരിക്കുക. हम आखिरी समय में आ चुके ഈ हैं. ഫൈനൽ ടൈമിൽ ഒരു റിവൈവൽ ഉണ്ട്. इस आखिरी समय में एक बेदारी है. ഈ ഫൈനൽ ടൈമിൽ ഒരു ഹാർവസ്റ്റ് ഉണ്ട്. इस आखिरी समय में एक फसल है, ഒരു ഡിവൈൻ ഹാർവസ്റ്റ്. एक आत्मिक फसल. അതിന് ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിയാ നിങ്ങൾ. उसके लिए परमेश्वर ने देखा हुआ व्यक्ति है आप. മറ്റൊരാളോട് കണക്ട് ചെയ്ത ഉണർവിൽ നഷ്ടപ്പെടുത്തി കളയരുത്. और दूसरे किसी से संबंध करके आप बेदारी को नहीं खोना. ഒരു വിളിയുള്ള വ്യക്തിയാണ്. आप एक बुलाहट पाए हुए व्यक्ति है. തിമോത്തിയോസുമായി കണക്ട് ചെയ്യുക. तिमोथियस के साथ जुड़ गया तो, ശീലാസുമായി കണക്ട് ചെയ്യുക. शीलास के साथ जुड़ गया तो, ഫിലെമോനുമായിട്ട് കണക്ട് ചെയ്യുക. और फिलेमोन के साथ जुड़ गया तो, തിഹിക്കോസുമായി കൈ കൊടുക്കുക. तीखोस के साथ हाथ मिलाना. ഉണർവ് നടക്കാൻ പോകുകയാ. एक बेदारी होने वाला है. റിവൈവൽ നടക്കാൻ പോകുകയാ. बेदारी आने वाली है. ഇതിന് വേണ്ടവരുടെ आज यहाँ पर है. राबा बाबा दाजा लाबा दाजा लाबा दाजा लाबा हालेलुया. आटा जमा नगा लगा रगा लगा रगा लगा. യെസ് 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 യെസ്. ഇതിന്റെ അകത്ത് ദൈവം കണ്ടവർ ഇരിപ്പുണ്ട്. परमेश्वर ने देखा हुआ व्यक्ति आज यहाँ पर बैठे हैं. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ सूली पर चढ़ाई हुआ मिसी के अलावा മറ്റൊന്നും അറിയാത്തവനായിരുന്നാൽ और कुछ ना समझने वाला बन गया तो, തിമോത്തിയോസ് എഴുന്നേക്ക്. एक तीमुथियुस उठेगा, തീത്തോസ് എഴുന്നേക്ക്. एक तीतुस खड़ा होगा, അരിസ്തർഹോസ് എഴുന്നേക്ക്. एक अरिस्टोबुलस उठेगा, യെസ്, ഒരു എപ്പഫ്രാസ് എഴുന്നേക്ക്. एक एपफ्रास उठेगा, ഒരു ഫേബ എഴുന്നേക്ക്. एक सेवा उठ खड़ी होगी, തിഹിക്കോസ് എഴുന്നേക്ക്. तिखिकोस खड़ा होगा, ഒരു പ്രിസ്കില്ല എഴുന്നേക്ക്. एक प्रिस्किला खड़ी होगी, അക്വില എഴുന്നേക്ക്. एक अक्विला खड़ा होगा, ഒരു ഒനേസിമോസ് എഴുന്നേക്ക്. एक ओनेसिमोस खड़ा होगा. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? लोग आमेन बोल सकते മറ്റൊന്നും हैं. അറിയാത്തവനായി, और कुछ ना जानने वाला, മറ്റൊന്നും അറിയാത്തവനായി. और कुछ ना समझने वाला. ഹുദാ ബാബാ 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 ബാബാ. ആംദാ ലബാ റബാ ലബാ റബാ. അസാധാരണമാകുന്ന ഒരു നിയോഗം ദൈവം എന്റെ അകത്ത് തരികയാ. एक असाधारण अगुवाई परमेश्वर मेरे अंदर दे रहा है. ആത്മാവ് പറയുന്നു, आत्मा कहती है ശക്തന്മാരായ വേലക്കാരെ एक शक्तिशाली सेवकों को 2019 2019 में ഭാരതം കാണാൻ പോകുകയാ. भारत देखने के लिए जा रहा ആർക്കും है. തടുത്തു വെക്കാൻ കഴിയാത്ത വേലക്കാരെ और कोई रोक नहीं सकता इसे सेवक लोग. അങ്ങോട്ട് മാറി നിൽക്കെന്ന് പറയാൻ കഴിയാത്ത വേലക്കാരെ थोड़ा हट जाओ ऐसे करके ना बोल सकते ऐसे सेवक जो लोगों को 2019 2018 ഭാരതം കാണാൻ പോകുകയാ. भारत देखने के लिए जा रहा है. ഉത്തർപ്രദേശ് കാണാൻ പോകുകയാ. उत्तर प्रदेश देखने के लिए जा रहा है. രാജസ്ഥാൻ കാണാൻ പോകുകയാ. राजस्थान देखने के लिए जा रहा है. കേരളം കാണാൻ പോകുകയാ. केरल देखने के लिए जा रहा है. മഹാരാഷ്ട്ര കാണാൻ പോകുകയാ. महाराष्ट्र देखने के लिए जा रहा है. ഗുജറാത്ത് കാണാൻ പോകുകയാ. गुजरात देखने के लिए जा रहा है. ഒരു തീത്തോസ് നീയാ. उसमें से एक तीतुस, അതിലൊരു ഫേബ നിങ്ങളാ. उनमें से एक सेवा आप है. അതിലൊരു എപ്പഫ്രാസ് നിങ്ങളാ. उनमें से एक एपफ्रास आप है. അതിലൊരു ഡെബോര നിങ്ങളാ. उनमें से एक दबोरा आप है.
അതിലൊരു തിഹിക്കോസ് നിങ്ങളാ. उनमें से एक तिहिकोस आप है। പ്രാപിക്കുക, പ്രാപിക്കുക. प्राप्त करे മറ്റൊന്നും അറിയാത്തവനായി, और ना समझने वाला, മറ്റൊന്നും അറിയാത്തവനായി, और कुछ ना जानने वाला, മറ്റൊന്നും അറിയണ്ട. और कुछ ना समझना मुझे, നിന്നെ അല്ലാതെ, और तुझे छोड़कर, നിന്നെ അല്ലാതെ, तेरे अलावा, നിന്നെ അല്ലാതെ तेरे अलावा വേറെ ഒന്നും അറിയണ്ട. मैं कुछ नहीं जानना चाहता हूँ। അങ്ങനെ മനസ്സുള്ളവരെ ദൈവം തൊടാൻ പോകയാ. ऐसे मन वालों को परमेश्वर छूने के लिए जा रहा। അതേ മനസ്സുള്ളവരെ ദൈവം തൊടാൻ പോകയാ. उसी सेम जैसा मन है उन लोगों को परमेश्वर छूने के लिए जा മറ്റൊന്നും रहा। അറിയണ്ട, और कुछ नहीं जानना, മറ്റൊന്നും അറിയണ്ട, और कुछ नहीं समझना, മറ്റൊന്നും അറിയില്ല. और कुछ भी नहीं जानता हो। അല്ലാതെ, आपको छोड़कर, നിന്നെ അല്ലാതെ तेरे अलावा മറ്റൊന്നും അറിയാത്തവളായി ना जानने वाली। ഈ ഭൂമിയിലായിരിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? कितने लोग पसंद करते हैं इस दुनिया में रहना। വേറെ ഒന്നുമല്ല എനിക്ക് അറിയണ്ടേ, और कुछ ना जानता हूँ मैं, എനിക്ക് അവനെ അറിയണം, मुझे सिर्फ उनके बारे में जानना है। എനിക്ക് അവനെ അറിയണം, सिर्फ मुझे उनके बारे में जानना എനിക്ക് है। അവനെ അറിയണം. मैं उसके बारे में जानना വേറെ चाहता ഒന്നും हूँ എനിക്ക് അറിയണ്ട. और कुछ नहीं जानता എന്റെ हूँ। തലച്ചോറ് നിറച്ച് അവനായിരിക്കണം. मेरे दिमाग में पूरा वो हो। ചേർന്ന് പറ, एक साथ बोलिए, ചേർന്ന് പറ, एक साथ बोलिए, I love you Jesus. मैं तुझसे प्यार करता हूँ ശബ്ദം यीशु। ഉയർത്തി പറ, हाथ उठाकर बोलिए, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ. खुदा मैं आपसे प्यार करता हूँ। ഇവിടെ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നവരോട് ദൈവം പറയുന്നു, यहाँ पर बैठने वाले खड़े होने वाले सबसे परमेश्वर कहता है ശക്തമായ അഭിഷേകം ജ്വലിക്കാൻ പോകുകയാ. एक शक्तिशाली अभिषेक यहाँ पर प्रकट होने वाला है। അഭിഷേകം ജ്വലിക്കണമെങ്കിൽ और अभिषेक ज्यादा बढ़ना है तो നിന്റെ ചിന്ത മുഴുവൻ ശുശ്രൂഷയല്ല, आपके सोच पूरा सेवा नहीं होना നിന്റെ ചിന്ത चाहिए। മുഴുവൻ അവനത്രേ. आपके सोच पूरा वो होना चाहिए। ബാബാ മഹാരാഷ്ട്ര ഇളകാൻ പോകുകയാ, മഹാരാഷ്ട്ര ഇളകാൻ പോകുകയാ, महाराष्ट्र पूरा हिलने के लिए जा रहा രാജസ്ഥാൻ है। ഇളകാൻ പോകുകയാ, राजस्थान हिलने के लिए जा रहा है। മധ്യപ്രദേശ് ഇളകാൻ പോകുകയാ. मध्य प्रदेश हिलने के लिए जा रहा है। യേശുവിനെ മാത്രം അറിയുന്നവരെ കൊണ്ട് सिर्फ यीशु मसीह के जानने वाले लोगों के द्वारा जनक बाबा शंदन बाबा 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 जनक शाइडस ओडा माता लाबा राबा लाबा राबा लाबा राबा यस मंथा खालाबा राबा राबदा लाबा शंदा लाबा रे थालीमा रोहोसे आद छा दिना मना से तूंगपट्ट नाथ है सूली पर अपने आप को दिया हुआ मेरा नाथ। कथन बरा
खुदा से कहे, കരങ്ങൾ ഉയർത്തി പറ, हाथ उठाकर बोलिए, എനിക്കൊന്നും അറിയില്ല, मैं खुदा कुछ नहीं जानता हूँ। എനിക്കൊന്നും അറിയാൻ വേണ്ട, प्रभु मैं कुछ नहीं जानना चाहता എനിക്കൊന്നും हूँ, അറിഞ്ഞാ മതി. मुझे एक बात जानना है। ക്രൂശിക്കപ്പെട്ട എന്റെ യേശു, सूली पर चढ़ाए हुआ यीशु, ക്രൂശിക്കപ്പെട്ട എന്റെ യേശു. सूली पर चढ़ाए हुआ मेरा यीशु। ശബ്ദം ഉയർത്തി പറ, और आवाज उठाकर बोलिए, യേശുവേ. है यीशु, ശബ്ദം ഉയർത്തി പറ, ഹേ യേശു, है यीशु। എനിക്കൊന്നും അറിയില്ല, और मैं कुछ नहीं जानता എനിക്കൊന്നും हूँ അറിയാൻ വേണ്ട, और कुछ जानना पसंद नहीं करता। എനിക്കൊന്നും അറിഞ്ഞാ മതി. मुझे एक बात जानना है। ശബ്ദം ഉയർത്തി പറ, എനിക്കൊന്നും അറിഞ്ഞാ മതി. आवाज उठाकर बोलिए, एक बात जानना चाहता हूँ। എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, मेरे लिए सूली पर चढ़ाए हुआ यीशु, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. मेरे लिए सूली पर चढ़ाया हुआ यीशु। ക്രൂശിന്റെ ദർശനം നിന്റെ അകത്തോട്ട് കയറുകയാ. सूली का जो दर्शन है आपके अंदर आ रहा है। നിനക്ക് ഒത്തിരി ദൂരം ഓടാനുള്ള ആഗ്രഹം വരാൻ കാര്യം എന്താണെന്നറിയാമോ? और बहुत दूर तक दौड़ने का एक इच्छा आपके अंदर आया, क्यों मालूम है? നിനക്ക് വേണ്ടി ക്രൂശ് ചുമന്നുകൊണ്ട് പോയവൻ, आपके लिए सूली उठाया हुआ, അവന് വേണ്ടി ഇനി ദൂരെ ഓടാനല്ലാതെ വേറെ എന്താ നമുക്കിനി ഉള്ളേ? उसके लिए और दूरी में दौड़ना है, उसके अलावा हमारे पास क्या है? ആത്മാവ് ചിലതിനെ വിവേചിക്കുകയാണ്. आत्मा कुछ लोगों को परख रहा ചിലർക്ക് है, അലറി കരഞ്ഞാ കൊള്ളാന്നുണ്ട്, कुछ लोगों को चिल्लाकर रोने के लिए मन है, ചിലർക്കൊന്ന് പൊട്ടി കരഞ്ഞാ കൊള്ളാന്നുണ്ട്. कुछ लोगों को रोना अच्छा लगता है अभी। ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇരിക്കേണ്ട സ്ഥലത്ത് और सूली पर चढ़ाई हुआ मसीह बैठने के जगह पर ആരെല്ലാം കയറിയിരുന്നു? और कौन कौन जाकर बैठ गया? എന്തെല്ലാം ചിന്തകൾ കയറിയിരുന്നു? क्यों क्या क्या विचार आके बैठ गए? ഇന്ന് ചവിട്ടി പുറത്താക്കി നീ, उसको लात मारकर बाहर निकालना, തള്ളി പുറത്താക്ക്, उसको ऐसे धक्का देकर बाहर അവനെ निकालना പിടിച്ചകത്ത് കയറ്റ്, और उसको लेकर अंदर बिठाना ഡോർ മുദ്ര ചെയ്യ്. और उस दीवार को द्वार को आप मुद्रित करना ഇനി വേറെ ആർക്കും ഇരിക്കാൻ ഇടയില്ല. और किसी को बैठने के लिए जगह नहीं है। ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ, मसीह के अलावा जो सूली पर चढ़ाया गया, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ सूली पर चढ़ाए हुआ मसीह के മറ്റൊന്നും अलावा അറിയാത്തവനായി, और कुछ ना जानने वाला, മറ്റൊന്നും അറിയാത്തവനായി ആ രണ്ട് കരവും മാറോട് ചേർത്തൊന്ന് പിടിച്ച്, दोनों हाथ छाती पर ऐसे रखिए, രണ്ട് കരവും മാറോട് ചേർത്ത് പിടിച്ച്. अपने दोनों हाथों को अपने छाती पर आप देखिए। അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ. അന്നു നേരിൽ ഓ നിന്നാരിൽ വന്നു കാതിരുകൾ കാണും ഞാൻ. ഓ അന്നു നേരിൽ നിന്നാരിൽ വന്നു കാതിരുകൾ കാണും ഞാൻ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, പാദസേവയൻ പഠിക്കേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ
എല്ലാവരോടും ഞാൻ ആത്മാവിൽ പറയട്ടെ, आप सब लोगों को आत्मा में होकर मैं बोलना चाहता हूँ, ചിന്തയ്ക്കകത്ത് മുഴുവൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, आपके विचारों में पूरा सूली पर चढ़ाया हुआ मसीह, ഇങ്ങനെ ഒരാളെ ദൈവത്തിന് കിട്ടിയ, ऐसे एक व्यक्ति को परमेश्वर को मिला है, ദൈവരാജ്യം ജയിച്ചു, परमेश्वर का राज्य में जीत आ गया है, അവന്റെ ഫയൽ മുഴുവൻ ഫോർമാറ്റ് ചെയ്തിരിക്കുക, क्योंकि वो फाइल पूरा गायब कर दिया गया മറ്റൊന്നും അതിന്റെ അകത്തില്ല. और कुछ भी चीज उसमें नहीं है, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, और सूली पर चढ़ाया हुआ मसीह, ക്രൂശിൽ യേശു കടന്നു പോലെന്ന് വിരിച്ചേ, और जैसे यीशु मसीह सूली पर चढ़ाया गया था, आप उसी तरह हाथ फैलाए, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആൻഡ് നോർത്ത്, 4 വശങ്ങളെയും തൊട്ടുകൊണ്ട് കാൽവറിയിൽ ഒരുവൻ തൂങ്ങി. ആ തൂങ്ങിയവനെ ഇവൻ ഹൃദയത്തിൽ പേറി. എപ്പം നോക്കിയാലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, എവിടെ വെച്ച് നോക്കിയാലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അങ്ങനെ ഒരാളെ കിട്ടിയാൽ ആ വ്യക്തിയുടെ അകത്തേക്ക് ദൈവം വെക്കും ഗലാത്യ, എഫസോസ്, ഫിലിപ്പി, മാസിഡോണിയ, കോസ്, അഖായ, മക്കദോനിയ, കപ്പദോക്യ, ബിഥുന്യ, ഇഥല്യ, റോം, അഥേന, കൊരിന്ത്, തെസലോനിക്ക, എങ്കിൽ ഇന്ന് അങ്ങനെ ഒരാളെ കിട്ടിയാൽ ദൈവം അങ്ങനെയുള്ള വ്യക്തിയുടെ അകത്ത് മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഞ്ചൽ, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, ലക്ഷദ്വീപ്, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ആൻഡമാൻ. എത്ര പേർക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയുക? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ റിസീവ് ചെയ്യാൻ കഴിയുക? Roda Masandaita Stimi Kausas Arabian Dalgamar Hattasi Hatta Changala Bahurata Samania Roda Lama Shanda Lama Kana Remana Hasian Tanaraya Prausias. One